ഇന്നത്തെ ദിവസം 2025 ഏപ്രിൽ 4 വെള്ളിയാഴ്ച രാത്രിയിലെ കണക്കനുസരിച്ച് എമ്പുരാൻ എന്ന സിനിമയുടെ ആഗോള ഗ്രോസ് കളക്ഷൻ 250 കോടി കവിഞ്ഞു. വിശദാംശങ്ങൾ. ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ മലയാള സിനിമ എമ്പുരാൻ ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ മലയാള സിനിമയായി മാറി. ഇതിനു മുമ്പത്തെ റെക്കോർഡ് മഞ്ഞുമ്മൽ ബോയ്സ് നേടിയ 241 കോടി ഗ്രോസ് ആയിരുന്നു. ആഭ്യന്തര കളക്ഷൻ ഇന്ത്യയിൽ സിനിമ ആദ്യത്തെ 7-8 ദിവസങ്ങളിൽ ഏകദേശം 98.80 കോടി രൂപ ഗ്രോസ് നേടി. ആഭ്യന്തര നെറ്റ് കളക്ഷൻ ഏകദേശം 87.02 കോടിയാണ്. വിദേശ കളക്ഷൻ സിനിമ വിദേശത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ചു. $12 ദശലക്ഷത്തിലധികം ഏകദേശം 103 കോടി രൂപ ഗ്രോസ് നേടി. ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആദ്യത്തെ 7 ദിവസങ്ങളിൽ വിദേശ ഗ്രോസ് 134.64 കോടി വരെ ഉയർന്നതാണെന്നാണ്. പ്രതിദിന വരുമാനം. പ്രാരംഭ പ്രചാരം കഴിഞ്ഞിട്ടും സിനിമ ഓരോ ദിവസവും ഏകദേശം $10 കോടി രൂപ ഗ്രോസ് ആഗോളതലത്തിൽ നേടുന്നുണ്ട്. സ്റ്റാർ 300 കോടി രൂപ സാധ്യത. നിലവിലെ പ്രകടനവും വലിയ പുതിയ റിലീസുകൾ ഇല്ലാത്തതും കണക്കിലെടുക്കുമ്പോൾ എമ്പുരാൻ 300 കോടി രൂപ കടക്കാനും ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യത്തെ മലയാള സിനിമയായി മാറാനും സാധ്യതയുണ്ട്. എമ്പുരാനെക്കുറിച്ചുള്ള പൊതുവിവരങ്ങൾ. എമ്പുരാൻ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്തതും മുരളി ഗോപി തിരക്കഥ എഴുതിയതുമായ ഒരു മലയാളം ആക്ഷൻ ത്രില്ലർ സിനിമയാണ്. സ്റ്റാർ 2019-ൽ പുറത്തിറങ്ങിയ ലൂസിഫർ എന്ന സിനിമയുടെ രണ്ടാം ഭാഗമാണിത്. ഇതിൽ മോഹൻലാലാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഈ സിനിമ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒന്നായിരുന്നു. കൂടാതെ മലയാള സിനിമയിൽ ഏറ്റവും വലിയ ഓപ്പണിംഗ് ഡേ കളക്ഷൻ നേടിയ ചിത്രമാണിത്. റിലീസുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളുണ്ടായിരുന്നിട്ടും സിനിമ ബോക്സ് ഓഫീസിൽ വലിയ വിജയം നേടി. എമ്പുരാൻ മലയാള സിനിമ വ്യവസായത്തിലെ നിരവധി ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർത്തു. മോഹൻലാൽ നായകനായ ഈ മലയാളം സിനിമയാണ് ഏറ്റവും കൂടുതൽ ഗ്രോസ് കളക്ഷൻ നേടിയ മലയാള ചലച്ചിത്രം. മമ്മൂട്ടി നായകനായി വരുന്ന ബാസൂക്ക എന്ന സിനിമ റിലീസ് ആകുന്നത് ഏപ്രിൽ 10 ആയതിനാൽ എമ്പുരാന്റെ കളക്ഷൻ അടുത്ത ആഴ്ചയിൽ നിലനിർത്തുവാൻ സാധിക്കും.